Good evening friends. Welcome to my channel. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോയ ഒരു ബീച്ചാണ് പരിചയപ്പെടുത്തുന്നത്. ഓണാട്ടുകരക്കാർക്ക് സുപരിചിതമായ അഴീക്കൽ ബീച്ച്. നമുക്ക് രണ്ട് പോർഷൻസ് ഉണ്ട്, വലിയ അഴീക്കലും അഴീക്കൽ ബീച്ചും. നമ്മൾ ഫസ്റ്റ് പോയത് വലിയ അഴീക്കൽ ലൈറ്റ് ഹൗസിലായിരുന്നു. പോകുന്ന വഴിക്ക് ഒരു പാലമൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോയിലാണ് ഫസ്റ്റ് വന്ന് കയറിയത്. നമ്മൾ ലൈറ്റ് ഹൗസിൽ പോകുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതിൻ്റെ ടൈമിങ്സ്. തിങ്കളാഴ്ച ദിവസം അവർക്ക് അവധിയാണ്. ഞായറാഴ്ച ദിവസമാണെങ്കിൽ രാവിലെ 10 മണി തൊട്ട് ഉച്ചയ്ക്ക് 12:45 വരെ ഉള്ളൂ. മറ്റുള്ള ദിവസങ്ങളിൽ, അതായത് തിങ്കളും ഞായറാഴ്ചയും ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 5:45 വരെ ഉണ്ട്. നമുക്ക് ഫ്രണ്ട്സും അതുപോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വൈകുന്നേരം കുറച്ച് എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറുള്ള സ്ഥലമാണ് ഈ അഴീക്കൽ ഏരിയ. നമ്മൾ ലൈറ്റ് ഹൗസിൽ പോകുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, സ്റ്റെയർ കേസും ഉണ്ട്, ലിഫ്റ്റും ഉണ്ട്. ഒരുപാട് സ്റ്റെയർ കയറി ശ്വാസം മുട്ടലൊക്കെ ഉള്ളവർക്കൊക്കെ ലിഫ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ പോകുമ്പം ഒരു 5 മണി 5:15 എത്തിച്ചേരുന്ന രീതിയിൽ പോകണം. കാരണം ലാസ്റ്റ് ഒരു 5:45 ആകുമ്പോഴത്തേക്കും അവരുടെ കൗണ്ടർ ക്ലോസ് ചെയ്യും. ഒരാൾക്ക് 20 രൂപ വെച്ചാണ് അവിടുത്തെ എൻട്രി ഫീസ്. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഞങ്ങൾ കറക്റ്റ് 5:40 അവിടെ ചെന്ന് കയറിയത്. പക്ഷേ എന്നാലും കുറച്ച് ടൈം ഉള്ളത് കൊണ്ട് അവർ ഞങ്ങൾ കയറ്റി വിട്ടു. ഞങ്ങൾ മുകളിൽ ചെന്ന് കയറി. നല്ല ബെസ്റ്റ് വ്യൂ ആയിരുന്നു. നമുക്ക് ഒരു സൈഡ് ഫുള്ള് കടലിൻ്റെ ആ ഒരു തിരയൊക്കെ ഇങ്ങനെ അടിക്കുന്നതും ബീച്ചിൻ്റെ ഫുൾ ഏരിയ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഫുള്ള് പച്ചപ്പ്, നമ്മുടെ കേരളത്തിൻ്റെ തനിമയാർന്ന പച്ചപ്പൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഏരിയയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വലിയ അഴീക്കൽ പാലം. ആ പാലത്തിൽ കൂടെ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട്. അവിടെ നോ പാർക്കിംഗ് സൈൻസ് ഉണ്ട്. അതുകൊണ്ട് വണ്ടിയിൽ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം, അഥവാ പാർക്കിംഗ് ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ നോക്കി വേണം പാർക്ക് ചെയ്യാൻ. കാരണം വെച്ചാൽ മിക്കപ്പോഴും ഈ വൈകുന്നേരങ്ങളിൽ വരുന്നവർ സൈഡിൽ നോക്കാതെയൊക്കെ ശ്രദ്ധിക്കാതെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകുമ്പം അവിടെ ഒരു റഷ് ഫീലിംഗ് ഉണ്ടാകാറുണ്ട്. പിന്നാണെങ്കിൽ സാറ്റർഡേ സൺഡേസിലാണ് കൂടുതൽ ആൾക്കാർ അവിടെ വിസിറ്റ് ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് കളിക്കാനും അവിടെ വൈകിട്ടത്തെ ആ ഒരു ടൈം ഒന്ന് റിലാക്സേഷൻ ചെയ്യാനും ഒക്കെ ആയിട്ട്. നമ്മൾ ബീച്ചിൽ ഇപ്രാവശ്യം പോയപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങോട്ട് നടക്കേണ്ടി വന്നില്ല. കാരണം വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കുറേ മഴയും കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതുകൊണ്ട് കടൽ ഇങ്ങോട്ട് തിരയടിച്ച് കയറുകയായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയതിനെക്കാട്ടിലും ഒരുപാട് ഫ്രണ്ടിലത്തെ മണ്ണൊക്കെ തിരയടിച്ചെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മളതുകൊണ്ട് ഒരു സേഫ് സോണിലാണ് നിന്നെല്ലാം കണ്ടതും കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.